ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റും ആയിട്ടുള്ള മാംഗോ പേട എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ഉരുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മാംഗോ പൾപ്പാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇനം മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പേടയ്ക്ക് ഉണ്ടാവുക. അതിനുശേഷം ഈ പാലും നെയ്യും ഈ മാംഗോ പൾപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാംഗോ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാംഗോ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മാംഗോ മിൽക്ക് മിക്സാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ കട്ട പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിനാവുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇവിടെ കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇത് കുറേശ്ശെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോലെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല ഷേപ്പിലാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ പാനിൽ നിന്ന് നന്നായി വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ഒരു പാകമാവണം. അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പിലെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ പാനിൽ നിന്ന് മാറ്റണം വേറൊരു പ്ലേറ്റിലേക്ക്. എന്നിട്ട് പരത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനിത് ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് അളന്നിട്ടാണ് എടുക്കുന്നത്. നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നടുഭാഗത്ത് ചെറുതായിട്ടൊരു വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്കിൽ നിങ്ങൾക്ക് നട്ട്സ് എങ്ങാനിട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാംഗോ പേടയാണിത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.